നമസ്കാരം. ഞാൻ കലാശാല മുരളി. നമ്മൾ ഇന്നലെ ഒരു മുളക് ചമ്മന്തിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നല്ല പ്രതികരണമായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവർക്കെല്ലാം നല്ല നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് സർവ്വസാധാരണമാണല്ലോ കപ്പ. ആ കപ്പ കൊണ്ട് ഒരു തോരൻ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊന്ന് കാണിക്കാം. ഇത് നമ്മുടെ തോരൻ പരുവത്തിൽ കപ്പ അരിഞ്ഞതാണിത്. ഏഹ് അപ്പൊ ഈ കപ്പ ഈ തോരൻ പരുവത്തിൽ അരിഞ്ഞത് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ടെടുക്കണം. അതായത് അധികം വെന്ത് പോകരുത്. ഒരു പകുതി വേവൊക്കെ ആകാവൂ. എന്നിട്ട് അത് എടുത്ത് മാറ്റി വെച്ച് അതിന്റെ വെള്ളം തോരാനായിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തേങ്ങ. തേങ്ങയുണ്ട്. പിന്നെ കരിവേപ്പില, കടുക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് സ്വല്പം ഉപ്പും കൂടി വേണം. അപ്പൊ ആദ്യം ഈ കപ്പ നമ്മൾ വെള്ളത്തിൽ ഇട്ട് ചൂടാക്കി പകുതി വേവായി മാറ്റി വെള്ളം തോരാൻ മാറ്റി വെച്ചല്ലോ. ഇനി നമുക്ക് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തേങ്ങയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ ജീരകവും ചേർത്ത് ഇത് ഒരു ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്. തോരൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ അതിന് ആ തോരൻ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കുക. അതും കൂടിയാണ് നമുക്ക് പിന്നെ വേണ്ടത്. അത്രയും ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് അടുപ്പിച്ച് വെക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്കിനിയും ഇത് തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വേണ്ട, നമ്മൾ കടുക് വറക്കുന്നതിന് വേണ്ടിയുള്ള പരുവത്തിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് വറക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കാം. എന്താ, കുറച്ച് കടുക് അതിലേക്ക് ഇടണം. കടുക് അതിലേക്ക് ഇട്ടു. കടുക് ഒരുമാതിരി പിന്നെ റെഡിയായി വരിക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കണ്ടോ, ഇങ്ങനെ കടുക് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് അങ്ങ് പൊട്ടു. കണ്ടോ, കടുക് പൊട്ടുന്ന നല്ല കടുകടാ ശബ്ദമല്ലേ. കണ്ടോ, അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടുന്ന ആ സമയത്ത് നമുക്ക് കരിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പം കരിവേപ്പിലയുടെ ആ നല്ല മണവും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. അതാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഗന്ധം, ആഹാരത്തിന് ഗന്ധവും രുചി എല്ലാം വേണമല്ലോ. അതിനകത്തോട്ട് ചില ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് അത് ഒന്ന് വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് വൃത്തിയായിട്ട് ഇതിങ്ങനെ നമ്മൾ എല്ലാം ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് അതിന്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. വലിയ ഇത് കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടി ഫ്ലെയിം ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തോരൻ പരുവത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ അത് പകുതി വേവിന് വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. അത് പകുതി വെന്ത് എടുത്തിരിക്കുന്ന ആ കപ്പ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ, നല്ല തോരൻ പരുവമാണ് ഇത്. കപ്പ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് വൃത്തിയായിട്ട് അത് ഇങ്ങനെ ഇരിക്കും. ഇതുണ്ടോ, ഇത് ഈ പരുവത്തിലാണ്. ഇതിനകത്തോട്ട് നമുക്കിനിയും എന്താണ്, നമ്മളിനി എന്താണ് അരിഞ്ഞു വെച്ച് പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ തോരന് വേണ്ടി, തേങ്ങായും ഒക്കെ കൂടെ ചതച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് കൊടുക്കും. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വേതറി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വേതറി ഇട്ടിട്ട് ഇതിനകത്തെ ഒരു പിന്നെ ഇതൊന്ന് എന്താണ് ഈ അരപ്പിന്റെ ആ പാത്രം കൂടെ ഒന്ന് കഴുകി ഒഴിച്ചേക്കാം. അപ്പം കറക്റ്റ് ആയിക്കോളും. കണ്ടോ, അപ്പോൾ ഒരു നല്ല പരുവമായി. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ തോതിൽ ഒന്ന് ചൂടാക്കി ഒന്ന് വെക്കാം. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. അതിന്റെ പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിന് ഒക്കെ ആയോ നമുക്കൊന്ന് അറിയണമല്ലോ. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ഇളക്കി മൊത്തം ഈ കപ്പ നമ്മൾ തോരനാണല്ലോ, അപ്പൊ ഇത് എല്ലാത്തേലും പിടിക്കണം. നമ്മൾ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കൂടിയൊക്കെ ഇരുന്ന് തേങ്ങ ഒരു സൈഡിൽ കൂടി ഇരിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് അത് ഒന്ന് വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇത് ആയില്ല,
ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടോ, അപ്പം കപ്പയുടെ ഈ കപ്പ നമ്മുടെ കേരളീയരുടെ ഫുഡാണ് കപ്പയെന്നാണല്ലോ മൊത്തത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് കപ്പ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടാക്കി നമ്മുടെ കേരളത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കണം. കേരള ഫുഡ് കേരളത്തിൽ തന്നെ പലരോടും കപ്പത്തോരൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. കപ്പ കൊണ്ട് തോരൻ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ കപ്പ കൊണ്ട് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഉപ്പ് നമുക്ക് ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. അത് വിതറി ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇളക്കണം. ഇളക്കി കണ്ടോ ഇങ്ങനെ മൊത്തത്തിലൊന്ന് ആക്കണം. അതായത് ഈ കപ്പ നമ്മൾ പിന്നെ ചൂടുവെള്ളം തിളപ്പിക്കാൻ ഇട്ടപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വെന്ത് പോയാൽ ഇത് കപ്പപ്പുഴുക്ക് പോലെ അങ്ങ് കുഴഞ്ഞു പോകും. ഇതിന് തോരനൊന്നും പറയാൻ പറ്റത്തില്ല. ചെയ്യേണ്ടത് ഒരു പകുതി വേവാക്കി ആകുമ്പോഴെടുത്ത് കണ്ടത് ഇതിപ്പോ പരുവത്തിനുള്ളതാണ്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ നാക്കി ഉപ്പും ഇട്ട് ഒക്കെ വെച്ചു. തോരൻ പരുവമായി. ഇനിയിപ്പം നമുക്ക് ഇതെടുത്ത് നമുക്ക് ചെറു ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം.